ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ BS6 മോഡൽ വണ്ടിയാണ്. വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് ലൈൻഡറിൻ്റെ കാലാവധി ഏറെക്കുറെ കഴിഞ്ഞാണ്. അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് വിടണമായിരിക്കും നല്ലത്. ഹബിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ ഹബിനകത്ത് വേറെ പ്രോബ്ലമൊന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത്. പിന്നെ ചെയിന് ചെറിയൊരു ലൂസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത്. കാര്യമായിട്ടുള്ള അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ബാറ്ററി നമുക്കിതൊന്ന് ഇരിക്കുന്ന ബാറ്ററി കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. അപ്പോൾ നമ്മളതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.62 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോണ്ടല്ലോ, ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക, പോയതായിട്ട് കാണിക്കുക. അപ്പം നമുക്ക് നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാം പെട്ടെന്ന്. ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് ടൈമൊക്കെ നമുക്ക് കിട്ടിയേക്കാം. എന്തായാലും വലിയ താമസിച്ചായിട്ട് നമുക്ക് ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ബാറ്ററിയുടെ കണ്ടീഷൻ മോശമായിട്ടാണ് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് വന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. ടയർ അത്യാവശ്യം നല്ല ടയറാണ് നടക്കുന്നത്. പിന്നെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്ന ഒരവസ്ഥയിലാണ്, ഫുള്ളായിട്ട് തീർന്നേക്കാണ് കേട്ടോ. അപ്പോൾ അത് ബ്രേക്ക് പാഡും കൂടി നമുക്ക് കൂട്ടത്തിക്കൂടെ മാറ്റിയിടേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എയർ ഫിൽറ്റർ മാറ്റിയ കൂട്ടത്തിക്കൂടെ പ്ലഗ് മാറ്റിയിട്ടാണ്. പിന്നെ എഞ്ചിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ സ്റ്റിക്കിൻ്റെ ഓയിൽ ആ ഓറിങ് കംപ്ലൈൻറ്റ് വന്നിട്ട് ലീക്ക് ആയിരിക്കുന്നതാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കത് ഓറിങ്ങും ആ ഓയിൽ ബോട്ടിൻ്റെ വാഷും മാറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോയിക്കോളും. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് പാഡും ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നെ. അപ്പോൾ അത്രയും ഭാഗം ചെയ്തൊരു ഏകദേശം എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തായാലും നമുക്കൊരു 4:30-5 മണിക്കുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.